ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിവിടെ കുറേ തേങ്ങയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങ ചിരകി ഞാൻ ഇത് ശ്രീനാരായണ മഠത്തിൽ ചതയം പ്രമാണിച്ച് പായസം ഉണ്ടേനു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിട്ട് കൊടുത്തതാണ്. അപ്പം എല്ലാവരും കുറച്ച് ചിരകിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആയില്ലേ. അപ്പം അങ്ങനെ തേങ്ങയെല്ലാം കൊണ്ടുപോയി മഠത്തിൽ പോയി നമ്മൾ അവിടെ പായസം ഉണ്ടേനു. അങ്ങനെ പായസം അവിടുന്ന് കുടിച്ച് അത് കഴിഞ്ഞ് കുറച്ച് പായസം വീട്ടിലേക്ക് തന്ന് അങ്ങനെ നമ്മൾ പായസം എടുത്ത് വീട്ടിലേക്ക് വന്ന് ഇതാണ് മഠത്തുനിന്ന് കിട്ടിയ അരിപ്പായസം. അടിപൊളി ടേസ്റ്റായിരുന്നു. രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് മീൻ പൊരിക്കൽ. അപ്പോൾ നമുക്കിന്ന് അയലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനിതാ മുളകും മഞ്ഞളും ഉപ്പും എല്ലാം ഇറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തുള്ളി പുളിവെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വെക്കാം. നമ്മുടെ ഫിഷ് നമുക്ക് ഇതാ ഇത് എണ്ണ ഒഴിക്കുക. എന്നിട്ട് മീൻ ഇങ്ങനെ നിരത്തി വെക്കുക. എണ്ണയിലിങ്ങനെ പുരിയട്ടെ. നമ്മളെ മീൻ വറക്കാനുള്ളത് റെഡിയാക്കാം. പുതിയ വറുക്കും പോട്ടുണ്ടല്ലോ. ഒരു അയില മുളകിട്ടത് ഉണ്ടാക്കിയല്ലോ. അപ്പം ഞാനിതാ മുറിച്ചിട്ട കഷ്ണങ്ങളെല്ലാം ഒന്നിച്ചിരുത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ. ഇനി ഇത് നല്ലോണം ഇങ്ങനെ കൈ ഉണ്ട് ഇങ്ങനെ ഞെരടണം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അയില ഇതിലിടുക. ഒന്നും കൂടി നല്ലോണം കരക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കുക. ഇതൊന്നിങ്ങനെ അതിനി നമുക്ക് സ്റ്റൗ വെക്കാം. കത്തിക്കാം. നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയ തണ്ണിമത്തൻ അച്ചാർ ഇന്നൊരു ദിവസത്തേക്കും കൂടി എടുക്കാം. അടുത്തത് കോട്ടപ്പാല് മുളകൂഷ്. ഇതാ കോട്ടപ്പാല് ഞാൻ നല്ല കഴുകി കുനുകുനാ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയേ വേണ്ടു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, പിന്നെ കുറച്ച് മുളക്, പിന്നെ കുറച്ചുപ്പ്. നമ്മളെ ഇത് ഇനി ഒന്ന് വേവിക്കട്ടെ. ഇത് വെന്ത് കഴിഞ്ഞാൽ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ ഇത് റെഡി. നിയ ബാബു വന്നിട്ടുണ്ട്. നിയ ബാബുവിനെ കാണിച്ചു കൊടുക്ക. നമ്മളെ നിയ ബാബു മീന് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്നും തിരിച്ചിട്ടാലോ. ഇതാവോ നല്ലോണം മൊരിഞ്ഞ് റെഡിയായിട്ടുണ്ട്.
അപ്പം ഞാൻ ഇന്നലെ ഇതിൻ്റെ മെഴുകുതിരി കത്തിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണണം, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പം അങ്ങനെ എൻ്റെ മീൻകറി റെഡിയായി, മീന് പൊരിച്ചത് റെഡിയായി, കോട്ടപ്പാര് അതും റെഡിയായി. അപ്പോൾ ഇനി ചോറ് തിന്ന സമയമായില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്നാന്ന് വെച്ചാൽ ഒരു ചെടി കുഴിച്ചത്. അതിന് ഞാൻ ചട്ടിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചെടിയും ഇത് നമുക്ക് ഇതിൽ ആക്കാം. അങ്ങനെ നമ്മളെ ചെടി റെഡിയായി. ഞാൻ കിച്ചണിൽ വെക്കാൻ റെഡിയാക്കിയത്. ഇതെവിടെയാ വെക്കുക? ഇവിടെ വെച്ചാലോ? വെച്ചോണ്ടോ? ഇവിടെ വെച്ചാലോ? വെച്ചോണ്ടോ? ആണോ? അല്ല എന്റെ ചെടി അടിപൊളിയല്ലേ?